മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഈ പ്രഭാതത്തിൽ വിശുദ്ധ യോഹന്നാൻ നമ്മുടെ കർത്താവ് യേശു പരിശുദ്ധ സുവിശേഷം 10-ാം അധ്യായം 10-ാം വാക്യം ധ്യാനിക്കാം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 10 വേഴ്സ് 10. ഞാൻ വന്നിരിക്കുന്നത് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുവാനുമാണ്. ഒരിക്കൽ മെർക്കുറി ദേവൻ മനുഷ്യരുടെ ഇടയിൽ തനിക്ക് എത്രമാത്രം സ്ഥാനമുണ്ട് എന്ന് പരീക്ഷിച്ചറിയാൻ തീരുമാനിച്ചു. ഉടനെ മനുഷ്യരൂപം കൊണ്ട് അദ്ദേഹം ഭൂമിയിലെത്തി. നേരെ അദ്ദേഹം പോയത് ഒരു ശില്പിയുടെ പണിശാലയിലേക്കാണ്. അവിടെ ധാരാളം ദേവന്മാരുടെ പ്രതിമകൾ വിൽപ്പനയ്ക്ക് വെച്ചിരുന്നു. ആദ്യം കണ്ടത് ജൂപ്പിറ്റർ ദേവന്റെ പ്രതിമയാണ്. മെർക്കുറി അതിന്റെ വില ചോദിച്ചു. ആളുകൾക്ക് ജൂപ്പിറ്റർ ദേവനോട് ഒട്ടും തന്നെ താല്പര്യമില്ല. അതുകൊണ്ട് ആ പ്രതിമയ്ക്ക് താങ്കൾ ഒരു വെള്ളി നാണയം മാത്രം തന്നാൽ മതി. ജൂപ്പിറ്റർ ദേവനോടുള്ള മനുഷ്യരുടെ ബഹുമാനം ഇത്രത്തോളമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ മെർക്കുറി ദേവൻ ഉള്ളിൽ ചിരിച്ചു. പിന്നീട് അടുത്തു കണ്ടത് മറ്റൊരു സ്ത്രീയുടെ പ്രതിമയായി. ഈ സ്ത്രീയുടെ പ്രതിമയ്ക്കോ കടക്കാരൻ പുഞ്ചിരിയോടെ പറഞ്ഞു, ഇത് ജൂണോ ദേവിയുടെ പ്രതിമയാണ്. അതൊരു സുന്ദരിയായ സ്ത്രീയുടെ പ്രതിമയായതുകൊണ്ട് അവനൊരു സ്വർണ്ണ നാണയം തരേണ്ടി വരും. അടുത്തത് മെർക്കുറി ദേവന്റെ തന്നെ സ്വന്തം പ്രതിമയായിരുന്നു. മനോഹരമായ പ്രതിമയ്ക്ക് എന്ത് വിലയാകുമെന്ന് അറിയാനുള്ള ആകാംക്ഷ മെർക്കുറി ദേവനുണ്ടായി. ഈ ശില്പത്തിനാവും ഇതിന് മറ്റു 2 ശില്പത്തെക്കാൾ ഉയർന്ന വില കാണും ഇല്ലേ? ഉയർന്നു വന്ന ജിജ്ഞാസയോടെ ദേവൻ ചോദിച്ചു. ശില്പി ഒട്ടും താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു, താങ്കൾ പറഞ്ഞത് ശരിയല്ല. ആദ്യത്തെ 2 ശില്പങ്ങളും വാങ്ങുകയാണെങ്കിൽ ഈ ശില്പം ഞാൻ വെറുതെ തരാം. അതുമല്ലെങ്കിൽ കേവലം ഒരു ചെമ്പ് നാണയം തന്നാൽ മതി. ആർക്കും വേണ്ടാത്ത ഈ ശില്പം തനിക്ക് എടുത്തുകൊണ്ട് പോകാം. ആ മറുപടി കേട്ട് മെർക്കുറി ദേവനുണ്ടായ എളിഭ്യത വിവരിക്കുക പ്രയാസമാണ്. അതെ, സാമാന്യ ബുദ്ധി വരെ സാമാന്യ വസ്തുവാണ്. കർത്താവ് കടന്നു വന്നത് ജീവൻ ഉണ്ടാകാൻ സമൃദ്ധമായി ഉണ്ടാകുവാനാണ്. ആ കർത്താവിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ജീവൻ സമൃദ്ധിക്ക് വേണ്ടി നിലനിൽക്കുവാൻ നമുക്ക് കഴിയും. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നിങ്ങൾ എല്ലാവരോടും കൂടി എപ്പോഴും എന്നേക്കും ആമേൻ.